അങ്ങനെ ഒബ്സർവേഷൻ ഡേ ആണല്ലോ ഒരു ദിവസം, ഡെലിവറി പെയിനും അല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നൈസ്. പക്ഷേ വേറൊരു പണി കിട്ടിയായിരുന്നു. കാരണം നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഫുഡ് കിട്ടാനായിട്ട്. പ്രത്യേകിച്ച് രാവിലെ ആയിരുന്നു കിട്ടാൻ ബുദ്ധിമുട്ട്. ഉച്ചയ്ക്കൊന്നും കുഴപ്പമില്ല. ഉച്ചയ്ക്ക് നമ്മുടെ ഹോട്ടൽ ആര്യാസ് നല്ല ഫുഡ് കിട്ടിയായിരുന്നു കേട്ടോ. അതുപോലെ നൈറ്റ് കിട്ടുമായിരുന്നു. രാവിലെ കിട്ടാൻ ഭയങ്കര പണിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ആര്യാസ് എന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് വാങ്ങിച്ചത്. അടിപൊളി സദ്യയായിരുന്നേ. അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു പായസം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഗോതമ്പ് പായസമായിരുന്നു. പക്ഷെ എനിക്കത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി. കൊതി മാറുന്നുണ്ടായില്ല. അപ്പം പ്രിയ പാലടയിൽ നിന്ന് പാലടയും വാങ്ങിച്ചു. അങ്ങനെ ഒരു 1 ലിറ്റർ പാലടയൊക്കെ അത്യാവശ്യം ഞാൻ കുടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പാട്ടും പാടിയൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ചേട്ടൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നപ്പോഴാണ്, നല്ല റൂമായിരുന്നു കേട്ടോ, നല്ല വ്യൂ ഉള്ള റൂമായിരുന്നു. അപ്പം അങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്ന സമയത്താണ് ആകാശം ഇങ്ങനെ കണ്ടത്, അങ്ങനെ മേഘങ്ങൾ കണ്ടത്. അങ്ങനെ നമുക്ക് സ്കൈന്ന് പേരിട്ടാലോ. അപ്പം ഞങ്ങൾക്ക് കൊള്ളാലോ, നൈസ് നെയിം. അങ്ങനെയാണ് നമ്മൾ പേര് കണ്ടുപിടിച്ചത്. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും പേരിടാം. പേരിൻ്റെ കാര്യം ഞാൻ വിൻചേട്ടനാണ് വിട്ടുകൊടുത്തിരുന്നത് കേട്ടോ. കാരണം ചിമ്പുവിൻ്റെ പേര് വാസുകിന്ന് മാത്രമാണ് ഞാൻ കണ്ടുപിടിച്ച പേര്. ബാക്കി അപ്പുവിൻ്റെ പേരും അതുപോലെ ഈ ബേബിയുടെ പേരൊക്കെ ഞാൻ വിൻചേട്ടനാണ് ഞാൻ വിട്ടുകൊടുത്തിരുന്നത് കേട്ടോ. കാരണം വിൻചേട്ടൻ ബെസ്റ്റ് ആയിട്ടുള്ള പേര് കണ്ടുപിടിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൈന്ന് ഉള്ള പേരൊക്കെ ഞങ്ങളതിനെ കൺഫേം ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ചേട്ടൻ എനിക്ക് തോന്നുന്നു രാംദാസ് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്നാണ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നതിനായിട്ട്. 8 മണി ആയപ്പോഴാണ് ഫുഡ് വാങ്ങിക്കാൻ പോയെന്ന് തോന്നുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു പെയിൻ, ഒരു 2 hours ഒരു പെയിൻ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. പക്ഷെ അപ്പം ഞങ്ങളൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ ഇനിയിപ്പോൾ നാളെ അങ്ങോട്ട് പോകേണ്ടിയും വരും, വീട്ടിലേക്ക് ഡിസ്ചാർജ് ആക്കി വിടുകയും ചെയ്യും, ഇതുപോലെ പെയിൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം റോഡ് മോശമാണ്, പിന്നെ രാത്രി ആരും ഉണ്ടാവില്ല, പപ്പയില്ല. ഇനിയിപ്പോൾ വിൻചേട്ടൻ തിരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് വിളിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാനമ്മ ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്തൊക്കെ ചെയ്യും, ഇനിയിപ്പോൾ ഡോക്ടറോട് അല്ലെങ്കിൽ പറഞ്ഞാലോ, വേദനയുടെ ഒരു മരുന്ന് തരാൻ പറഞ്ഞാലോ എന്നൊക്കെ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫുഡിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ പറ്റുന്നില്ല കേട്ടോ. ചിക്കൻ അങ്ങനെ എന്തൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വിൻചേട്ടൻ. അങ്ങനെ എനിക്ക് തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട എന്നാണ്, ഞാൻ കഴിച്ചില്ല. ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്ക് നല്ല എക്സ്ട്രീം പെയിൻ വരാൻ തുടങ്ങി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരാൻ തുടങ്ങി. അതുവരെ ഞങ്ങളതിൻ്റെ സമയങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അത് ഡെലിവറിയുടെ പെയിൻ അല്ല എന്ന് പറഞ്ഞതോടുകൂടെ പിന്നെ ഞങ്ങളത് വലിയ സാരാക്കിയില്ല. അങ്ങനെ ഒരു 8:45 ആയപ്പോൾ നേഴ്സ് വന്നു. ഹാർട്ട് ബീറ്റ്സ് ചെക്ക് ചെയ്യാനായിട്ട് നേഴ്സ് വന്നു. അങ്ങനെ നേഴ്സ് വന്നപ്പോൾ നേഴ്സിനോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് പറ്റുന്നില്ല, നല്ല പെയിൻ വരുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞപ്പോൾ ലേബർ റൂം പോയി നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെലിവറിയുടെ പെയിൻ അല്ലാന്ന് ഡോക്ടർ പറഞ്ഞത്, നാളെ ഡിസ്ചാർജൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം സിസ്റ്ററിന് ചിലപ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വല്ല ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ലേബർ റൂമിൽ പോയി നോക്കൂ, എന്തെങ്കിലും മരുന്ന് അവർ തരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ലേബർ റൂമിൽ പോയി. ഒരു 9 മണിക്കാണ് ലേബർ റൂമിൽ പോയത് കേട്ടോ. അവിടെ ചെന്ന് നോക്കുമ്പം 4 centimeters ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഡെലിവറിയുടെ പെയിൻ ആയിരുന്നു കേട്ടോ. ഇപ്പം യൂട്യൂബിൽ ഷോർട്സിലും ഓരോ വീഡിയോസിലൊക്കെ കാണുന്ന ആ പെയിൻ ഒരു 5 മണി to 8 മണി വരെയുള്ള ആ ഒരു പെയിനും മാത്രമാണ് ഉണ്ടായത്. ആ പെയിനിൻ്റെയാണ് സീനുകളൊക്കെ വിൻചേട്ടൻ പകർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു പെയിനാണ് കൂടുതൽ എനിക്ക് ഉണ്ടായത്. 9 മണി വരെയാണ് കൂടുതൽ പെയിൻ ഉണ്ടായത്. പെയിൻ എന്ന് പറയുകയാണെങ്കിൽ 9 മണി വരെ പെയിൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു പെയിൻ വരുമായിരുന്നു, അതുപോലെ ഈ സർവീക്സിൻ്റെ അവിടേക്കൊരു പെയിൻ വരുമായിരുന്നു, പിന്നെ ഇവിടേക്ക് ഒരു പെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഡെലിവറിയുടെ പെയിൻ അല്ല എന്നുള്ള ചിന്താഗതി ആയതുകൊണ്ട് ലേബർ റൂമിലേക്കൊന്നും പോകാനുള്ളൊരു മനസ്സില്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേദന. അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായി, ഇതിപ്പോൾ എന്ത് വേദനയാണെന്നോ, ഡെലിവറിയുടെ പെയിനും അല്ല, ഇത് എന്ത് കുന്തമാണെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷനായതൊക്കെ ആയിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയായി. പെയിൻ വരുന്ന സമയത്ത് ഞാൻ പറയും, അമ്മ പെയിൻ വരുന്നമ്മ, എനിക്ക് പ്രസവിക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞത് ഈശ്വര ഞാൻ എങ്ങനെയാണ് ലാസ്റ്റൊക്കെ ഡെലിവറി കഴിഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഭയങ്കരമായിട്ട് അലറുമായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ലേബർ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നല്ല കുട്ടിയാണ്. ലേബർ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒച്ചയൊന്നും ഇടില്ല. ഞാൻ എന്തെങ്കിലും കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതുമ്മിൽ അടിച്ചമർത്തി പിടിച്ചിരിക്കും, അതുപോലെ പല്ലമർത്തി പിടിച്ചിരിക്കും. അങ്ങനത്തെ ഒക്കെ ഒരാളാട്ടോ ഞാൻ. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ധൈര്യം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ ലേബർ റൂം പോയപ്പം ഡോക്ടറൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുശീലേച്ചി ഉണ്ടായിരുന്നു.
സുശീലേച്ചിയാണ് നോക്കിയത്. 4 സെൻറ്റിമീറ്റേഴ്സ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരണ്ടായിരുന്നു. കാരണം റൂമിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഒച്ചയൊക്കെ ഇട്ടതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരിയൊക്കെ അത്യാവശ്യം കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവരൊക്കെ വിളിക്കുമ്പോഴാണെങ്കിലും ഒച്ചയൊക്കെ ബ്രോ അമ്മ ഒന്ന് ഒഴിഞ്ഞതാന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞൊക്കെ തരാമ്പനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്നറിയില്ല, ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്റർ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങി ഇനിയിപ്പോൾ അറിയുമോ ഡെലിവറി പെയിൻ അറിയുമോ. അപ്പോൾ ആൾ പറഞ്ഞു പേടിക്കണ്ട, ഒരു പേടിക്കണ്ട, വേദന വന്നു കഴിഞ്ഞാൽ തന്നെ എണീറ്റോളും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ റൂമിൽ നിന്നുണ്ടായ ഒരു പെയിൻ അത്രയ്ക്ക് അധികം എനിക്ക് അവിടെ ഉണ്ടായില്ല കേട്ടോ. ലേബർ റൂമിലെത്തിയപ്പോൾ ഉണ്ടായില്ല. അങ്ങനെ കുറച്ച് സ്റ്റോപ്പായി, അങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉറക്കത്തിനിടയ്ക്ക് ഒരു പെയിനും കൂടെ വന്നു. അങ്ങനെ നല്ലൊരു പെയിൻ വന്നു. അപ്പോൾ ഞാൻ റൂമിലായ സമയത്ത് ഒച്ചയിട്ട പോലെ നമുക്ക് ഇവിടെ ഒച്ചയിടാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്ന് പറയുകയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി റിട്ടയർഡായി. അക്കൗണ്ടുകളൊക്കെ അവിടുത്തെ ബാങ്കിലാണ്, അച്ഛൻ്റെ ബാങ്കിലായിരുന്നു. അപ്പോൾ മിക്ക സ്റ്റാഫുകൾക്കും നമ്മളറിയാം. സുധാകരൻ്റെ മക്കളെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു പരിഗണന ഉണ്ട് കേട്ടോ. ഡോക്ടറാണെന്നുണ്ടെങ്കിൽ, നഴ്സുമാരാണെങ്കിൽ, സ്റ്റാഫുകളാണെന്നുണ്ടെങ്കിൽ, ആരാണെന്നുണ്ടെങ്കിൽ സുധാകരൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേക പരിഗണനയാണ്. അപ്പോൾ ഇത് പറയണതുകൊണ്ട് നമുക്ക് ഒച്ചയിടാനും പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ നഴ്സുമാരെന്ന് പറയുകയാണെങ്കിൽ വെരി ഫ്രണ്ട്ലി ആയിട്ടുള്ള നഴ്സുമാരായിട്ട് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറയാം. അതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അങ്ങനെ ദേഷ്യപ്പെടുന്നില്ല, അങ്ങനത്തെ നല്ല നഴ്സുമാരാണ് കേട്ടോ അവിടുത്തെ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനൊരു രണ്ടാമത്തെ പെയിൻ വന്നപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ വന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 കമ്പി ഉണ്ടായിരുന്നു. ആ കമ്പി ഇങ്ങനെ പിടിച്ച് അങ്ങനെ അമർത്തി കയ്യിലാണ് ഞാൻ കൂടുതൽ എൻ്റെ പെയിൻ ഇങ്ങനെ അടക്കി വെച്ചത് കേട്ടോ. അങ്ങനെ പല്ലും അമർത്തി കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടിച്ചു പിടിച്ചപ്പോൾ ഞാൻ സിസ്റ്റർ എനിക്ക് പറ്റുന്നില്ല, സുശീലേച്ചി എനിക്ക് പറ്റുന്നില്ല, പെയിൻ നല്ല സഹിക്കാൻ പറ്റാത്ത പെയിനെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞല്ലോ PV ഒക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ സ്മൂത്തായിട്ട് ചെയ്യുന്നൊരു ഡോക്ടറാണ് കേട്ടോ. അവിടെ നിന്ന് പറയുകയാണെങ്കിൽ സോഫിയമ്മയാണ് മെയിൻ ഡോക്ടർ, പിന്നെ ഗീത ഡോക്ടറുണ്ട്, പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഡ്യൂട്ടി ഡോക്ടറുണ്ട്, പിന്നെ സോഫിയമ്മയുടെ മോൻ ആദ്യത്തെ ഡോക്ടറുണ്ട്. ഈ 4 പേരെന്ന് പറയണമെങ്കിൽ ബെസ്റ്റ് ഡോക്ടേഴ്സാണ്. ഓക്കെ, ഒരാൾ ആരാണ് ബെസ്റ്റ് എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റാത്തൊരു ഓപ്ഷനാണ്. ഈ ഡ്യൂട്ടി ഡോക്ടർ ആരും എനിക്ക് കൂടുതൽ അറിയില്ല, പക്ഷേ ഈ 3 പേരെന്ന് പറയണമെങ്കിൽ ഒന്നും പറയാം. ഡോക്ടർ വന്ന് PV ചെക്ക് ചെയ്തപ്പം 6 ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എത്ര ആവണം, 8 ഒക്കെ ആവണം, അപ്പോഴാണ് ഒന്നും കൂടി ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭാഗമൊക്കെ എനിക്ക് തരിക്കാൻ തുടങ്ങിയിട്ട് ഈ ഭാഗമൊന്നും പിന്നെ അറിയുന്നില്ല. ഈ 2 ഭാഗങ്ങൾ നമുക്ക് ബാക്കൊന്നും തൊട്ട് കഴിഞ്ഞാൽ അറിയാത്തൊരവസ്ഥ കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ നൈറ്റി പിടിച്ചിട്ട്, നൈറ്റി ഇവിടെ അങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇവിടെ അങ്ങ് ടൈറ്റാക്കി അങ്ങ് പിടിക്കും. പിന്നെ ഞാൻ ഇവിടെ ഒരു കമ്പി ഉണ്ടാവും, കട്ടിലും ഒരു കമ്പി ഉണ്ടാവും, കമ്പി പിടിച്ച് ഇവിടെ അമർത്തി പിടിച്ച് അങ്ങനെ അങ്ങ് കണ്ണടച്ച് കിടക്കും കേട്ടോ. പെയിൻ വരുമ്പോൾ നമുക്ക് അറിയുമല്ലോ. അങ്ങനെ ഒരു അമർത്തി പിടിച്ചതാണ്. അപ്പം ഒന്ന് പുഷ് ചെയ്യാൻ തോന്നി. അപ്പോൾ അത് സുശീലേച്ചിയോട് പറഞ്ഞു, നഴ്സിനോട് പറഞ്ഞു, സുശീലേച്ചി എനിക്ക് നല്ല പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യോ. അങ്ങനെ ചെക്ക് ചെയ്തപ്പം സുശീലേച്ചി ഒന്ന് വേഗം ഓടിക്കോ, ലേബർ റൂമിലേക്ക് ഡെലിവറി ആവാനായി. അങ്ങനെ ഞാനാണെങ്കിൽ അയച്ചിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല. വെള്ളം കുടിക്കാനായിട്ട് കുടിക്കാൻ നോക്കിയപ്പം തണുത്ത വെള്ളമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചൂടുവെള്ളമാണെങ്കിൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞപ്പോൾ ചൂടുവെള്ളം കൊണ്ടുവരാനായിട്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ അമ്മ. അപ്പോഴേക്കാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്നിട്ട് നേരെ ലേബർ റൂമിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ വീൽ ചെയർ ഇല്ല. കാരണം നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇപ്പം തന്നെ ഡെലിവറി ആരും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പിന്നെ നഴ്സുമാർ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇത്ര പെട്ടെന്ന് ഓപ്പൺ ആവുമെന്നുള്ളത്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു നോക്കുമ്പോൾ വീൽ ചെയർ ഇല്ല. വീൽ ചെയർ നോക്കുമ്പോൾ ആ ചേച്ചി അവിടെ ഇല്ല. വീൽ ചെയർ പേഷ്യൻസിനെ ആരെയും കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരികയാണ്. 1-2 ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വീൽ ചെയർ ഇല്ല. അപ്പം ഞാൻ സുശീലേച്ചി കുഴപ്പമില്ല, ഞാൻ നടന്നു പൊക്കോളാം. അങ്ങനെ ഞാൻ ലേബർ റൂമിൽ കയറുകയാണ്. അങ്ങനെ ലേബർ റൂമിൽ കയറി കിടന്നു. അപ്പോൾ കാലൊക്കെ പൊക്കി വെച്ച് എപ്പോഴും ഞാൻ ചെയ്തിരുന്നത് 2 കമ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമ്മേൽ അമർത്തി പിടിച്ചിട്ടാണ് ഞാൻ പുഷ് ചെയ്യാറുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യണം. അങ്ങനെ അതിൽ കിടന്നിട്ട് ഞാൻ 2 കമ്പി നോക്കി. പിന്നെ ഞാൻ പേളിമണിനെയാണ് ഞാൻ ആലോചിച്ചത്, അതായത് പേളിമണിയുടെ ബ്രീത്തിങ് എക്സസൈസ്. കാരണം
നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ. കാരണം എൻ്റെ 2 ഡെലിവറി അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഡെലിവറി എനിക്ക് ദൈവം വല്ല ബുദ്ധിമുട്ടും തരുമോ എന്ന് എനിക്ക് എപ്പോഴും ടെൻഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താവുമെന്നറിയാം, മീൻസ് എന്താവും എന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നോർമൽ ആവില്ലേ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോഴും. അപ്പോൾ ഞാനെന്ത് ചെയ്തു, 2 കമ്പി പിടിച്ച് ഇൻഹെയിൽ എക്സെയിൽ ആ ഒരു സംഭവം നന്നായിട്ട് വർക്കൗട്ടായിട്ടോ. ഇൻഹെയിൽ 2 പ്രാവശ്യം, എക്സെയിൽ 2 പ്രാവശ്യം. അങ്ങനെ ഞാൻ കുറച്ച് നേരം അത്യാവശ്യം നന്നായിട്ട് ബ്രീത്ത് ചെയ്തു. അതുകൊണ്ടുള്ള വായിലെ വെള്ളമൊക്കെ പറ്റി കേട്ടോ. അതാണ് വേറൊരു സത്യം. നമ്മൾ പെട്ടെന്ന് അങ്ങനെ എടുക്കുമല്ലോ ആ സമയത്ത്. പിന്നെ ഒരു 3 പുഷ് കൊടുത്തോടുകൂടെ ചെക്കൻ പുറത്തെത്തി കേട്ടോ. അത്രയ്ക്ക് വെരി ഈസി ആയിരുന്നു. പക്ഷേ ആ സമയത്ത് അവരിങ്ങനെ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പമാണ് നമ്മൾ പുഷ് ചെയ്തത്. അതിൻ്റെ ഒപ്പമാണ് കുഞ്ഞിച്ചൊക്കെ പുറത്തെത്തിയത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞു. ഞാൻ അവിടെ ലേബർ റൂമിൽ ചെന്ന് കിടന്നു. ഒരു 3 പുഷ് മാക്സിമം കൊടുത്തിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും കുഞ്ഞിച്ചക്കൻ പുറത്തെത്തി കേട്ടോ. നല്ല കുഞ്ഞി തലയായിരുന്നു. അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. 2950 കേട്ടോ വെയിറ്റ്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. കാരണം അവിടെ എല്ലാവർക്കും അറിയാം പപ്പയ്ക്ക് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് 2 അനിയത്തിയുടെ ഡെലിവറി അവിടെ കഴിഞ്ഞത്, എൻ്റെ 2 ഡെലിവറി അവിടെ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ആൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ അവർക്കും എല്ലാവർക്കും സന്തോഷമായി, ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി, അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. ഇതുവരെ ഒരു ആൺകുട്ടി ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആൺകുട്ടികളുണ്ടാകുന്ന പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ. എൻ്റെ പപ്പയ്ക്കും ഉണ്ടായിരിക്കാം, പക്ഷെ പപ്പ ആ സമയത്ത് ഉണ്ടായില്ല. എൻ്റെ പപ്പ സന്നിധാനത്ത് എത്തിയതും എൻ്റെ ഡെലിവറി കഴിഞ്ഞതും 2ഉം സെയിം ടൈമിലാണ് കേട്ടോ. അച്ഛൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് എത്തിയത്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ ഉള്ളത് നമ്മൾ പേടി സ്വപ്നമായ സ്റ്റിച്ചായിരുന്നു. എൻ്റെ 2 ഡെലിവറിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച്. അതായത് എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ഡെലിവറി കഴിയുമ്പോഴേക്കും എൻ്റെ കാല് ഷിവർ ചെയ്യാൻ തുടങ്ങും കേട്ടോ, വിറയ്ക്കാൻ തുടങ്ങും ഈ സ്റ്റിച്ചിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. സിസ്റ്റർമാരിങ്ങനെ ഇതൊക്കെ ആയി എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും എൻ്റെ കാല് കിടുകിടാ വരയ്ക്കാൻ തുടങ്ങും. അത്രയും പേടിയാട്ടോ എനിക്ക് സ്റ്റിച്ച് ഇടുക എന്ന് പറയുമ്പോൾ. പക്ഷേ ഇപ്രാവശ്യം ആ ഡ്യൂട്ടി ഡോക്ടറാണ് സ്റ്റിച്ച് ഇട്ടുന്നത്. വെരി നൈസായിട്ട് സ്റ്റിച്ച് ഇട്ടത് കേട്ടോ. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുമ്പോൾ സമയത്ത് നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ. എന്താ അവരിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കും. പപ്പ സന്നിധാനത്ത് പോയി, എന്നാ പോയെ, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. അവരിങ്ങനെ നോർമലി സംസാരിക്കുന്ന പോലെ. അവർക്ക് ഇതെന്നും കാണുന്നതല്ലേ, വലിയ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് മാത്രമാണല്ലോ വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം അവരിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച്, അതുപോലെ ഡ്യൂട്ടി ഡോക്ടറുടെ മോൻ്റെ സെയിം നാളാണ്, ചിത്തിരയാണ് ഉണ്ണിയുടെ നാൾ കേട്ടോ, ചെറിയ ബേബിയുടെ നാൾ. അപ്പോൾ ഡോക്ടറിൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റിച്ച് ഇട്ടത് നമ്മൾ പോലും അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പോലും അറിഞ്ഞില്ല സ്റ്റിച്ച് ഇട്ടത്. അത്രയും പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ പി വി വെരി ഹെവി ആയിരുന്നു. 3 പി വി ചെയ്യും കേട്ടോ. സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞ് ആ സമയത്തൊരു പി വി ചെയ്യും. എൻ്റെ അത് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. അത് പറയുമ്പോൾ തന്നെ ഉള്ളിൽ കൂടെ ഒരു മരവിപ്പാണ്. ഓക്കെ, അങ്ങനെ ആ സമയത്തൊരു പി വി ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് അവിടെ തന്നെ കിടത്തും. നമ്മളെ ആ ലേബർ കഴിഞ്ഞ് ആ ബെഡിൽ തന്നെ അവിടെ കിടത്തും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നതിന് ശേഷമാണ് 2ാമത്തെ പി വി ചെയ്യുക. അതും വളരെ കഷ്ടമായിരുന്നു കേട്ടോ. അത് വളരെയധികം കഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്സർവേഷനിലിട്ട് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പി വി ചെയ്യും. ഒബ്സർവേഷനിലിട്ട് കഴിഞ്ഞ് ഒബ്സർവേഷൻ റൂമിലിടും. അപ്പോൾ അവിടുന്ന് നമുക്ക് യൂറിൻ പാസ് ചെയ്താൽ മാത്രമാണ് പിന്നെ അടുത്ത പി വി ചെയ്യുള്ളൂ. അതുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് മാറ്റുള്ളൂ. മുന്നേ വയറ് കഴുകും. എനിക്ക് വയറ് കഴുകേണ്ടി വന്നിട്ടില്ല. അതുപോലെ മെഡിസിൻ, ഒരു ചെറിയൊരു പൊട്ട് മെഡിസിൻ തരും നമുക്ക് പെയിൻ വരാൻ. അപ്പോൾ ആ സംഭവങ്ങളൊന്നും എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ വെള്ളം കുടിച്ചിട്ടില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് യൂറിനൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നേരം കിടന്നിട്ടാണ് കേട്ടോ എനിക്ക് യൂറിനൊക്കെ ചെയ്യാനൊക്കെ തോന്നിയത്. അതായത് വെള്ളമൊന്നും ഇല്ലല്ലോ, ഒക്കെ പോവുകയും ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു സംഭവങ്ങൾ കുറേ കാര്യങ്ങൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് 2 പ്രഗ്നൻസിയിലും ഡെലിവറിയിലും എനിക്ക് വയറ് കഴുകേണ്ടി വന്നു. മരുന്ന് കഴിച്ചിട്ടാണ്
ഫസ്റ്റ് ഡെലിവറിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ ആയിട്ടാണ് കേട്ടോ പോയത്. സെക്കൻഡ് ഡെലിവറി എനിക്ക് വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നെങ്കിൽ വയറ് കഴുകും, അതുപോലെ ചെറിയൊരു കുഞ്ഞ് മെഡിസിൻ്റെ ഒരു പൊട്ട് വരും. അങ്ങനെയാണ് പിന്നെ പെയിൻ വന്നിട്ട് ഡെലിവറി കഴിഞ്ഞു. പക്ഷേ ഇപ്രാവശ്യത്തെ ഡെലിവറി എന്ന് പറഞ്ഞെങ്കിൽ വെരി ഈസി ആയിരുന്നു. വയറ് കഴിയേണ്ടി വന്നില്ല, അതുപോലെ മെഡിസിൻ കഴിക്കേണ്ടി വന്നില്ല. പക്ഷേ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല, വെള്ളം കുടിക്കാൻ പറ്റിയില്ല. ഈ 2 കാര്യങ്ങൾ, വിശപ്പും ദാഹവും സഹിച്ചിട്ടാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞത്. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ആ ഒരു വിശപ്പ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ആ വിശപ്പും ദാഹവും എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം യൂറിൻ പാസ് ചെയ്യാൻ തോന്നി. അങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ പോയി. ആ യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മയെ ടോയ്ലറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്, നമ്മൾ ഏത് ദൈവത്തിനെയും വിളിക്കേണ്ട ആ ദൈവത്തിനൊക്കെ നമ്മൾ വിളിച്ചു പോകുന്ന സമയമാണ് കേട്ടോ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ. അതുപോലെ സ്റ്റൂള് പാസ് ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് സ്റ്റൂള് പാസ് ചെയ്യുന്ന സമയത്ത്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഈ 2 എക്സ്പീരിയൻസും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് അറിയില്ല. അങ്ങനെ യൂറിൻ പാസ് ചെയ്തു. യൂറിൻ പാസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കഴിഞ്ഞു, ഇനി പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒരു ബേബിയും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ബേബിയും കൂടെ കഴിഞ്ഞ് ആ ബേബിയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല മക്കളെ, അത്രയ്ക്ക് പെയിൻഫുള്ളാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് മീൻസ് നമ്മൾ റൂമിലേക്ക് മാറ്റി. അങ്ങനെ വിൻചേട്ടൻ വന്നു. വിൻചേട്ടൻ ശരിക്കും അവിടെ ഹോസ്പിറ്റലിലേക്ക് ജെൻസിനെ ആ ഒബ്സർവേഷൻ റൂമിലേക്ക് കയറ്റുമെന്ന് അറിയില്ല. പക്ഷേ വിൻചേട്ടനെ കയറ്റി കേട്ടോ. മിഡ് നൈറ്റ് ആയതുകൊണ്ടാണെന്നറിയില്ല. അങ്ങനെ 9 മണിക്ക് പ്രസവിക്കാൻ കയറി. 9:47 പ്രസവിച്ചു. 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂമിലേക്ക് കയറ്റി. റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശപ്പ് തുടങ്ങി. അങ്ങനെ നമുക്ക് കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആ സമയത്താണെങ്കിൽ ഈ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് എല്ലായിടത്തും ഫുഡുകളും ഇല്ല, റെസ്റ്റോറൻറ്റ്സും ഒന്നും ഓപ്പൺ അല്ല. പക്ഷെ ആ സമയത്ത് രാമദാസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് പെരിന്തൽമണ്ണ. അവിടെ നമുക്ക് 24 hours ഫുഡ് കിട്ടും കേട്ടോ. അതിൻ്റെ പുറത്തെ ഭാഗത്തൊരു ഹോട്ടലുണ്ട്, അവിടെ 24 hours ഫുഡ് കിട്ടും. അത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെ നൈറ്റ് ഞാൻ റൂമിലെത്തിക്കഴിഞ്ഞ് അന്ന് രാത്രി നമ്മൾ വാങ്ങിച്ച ഫുഡ് ദോശ എന്തോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇച്ചിരി കഴിച്ച്, പിന്നെ ചായ ഒന്നും നമുക്ക് അവിടെ അവൈലബിൾ ഇല്ല, കാരണം അവിടുത്തെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ അവിടെ ക്യാൻറ്റീൻ ഇല്ല. ഇനി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൗലാന ഹോസ്പിറ്റൽ അതുപോലെ രാമദാസ് ഹോസ്പിറ്റൽ, ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് നൈറ്റിൽ. അങ്ങനെ വിൻചേട്ടൻ അവിടുന്ന് ചായയൊക്കെ വാങ്ങിച്ചു കൊടുന്ന് പോകുന്നുണ്ട്, കട്ടൻ ചായ. അങ്ങനെ കട്ടൻ ചായയും ദോശയൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ നമ്മളൊരു സ്വപ്നം കണ്ട് എണീറ്റ പോലെയായിരുന്നു. കാരണം സ്വപ്നത്തിൽ പ്രസവം കഴിഞ്ഞു, രാവിലെ ആയപ്പോൾ ഒരു കുഞ്ഞു ബേബി, അങ്ങനത്തെ രീതിയായിരുന്നു കേട്ടോ. കാരണം ഉറക്കമൊക്കെ ഫുള്ള് പോയി. വിനിച്ചേട്ട പ്രാവശ്യം അത്യാവശ്യം നന്നായി ഓടിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിത് ഡെലിവറി ആവുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഈ ലേബർ റൂമിലേക്ക് പോയത്. ലേബർ റൂം 9 മണിക്ക് പോയി. അപ്പം ബാസ്ക്കറ്റ് എടുത്തിട്ടില്ല, ബേബിയുടെ OP ടിക്കറ്റിൻ്റെ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. ആദ്യം എടുക്കാൻ ഓടാൻ പറയും, പിന്നെ വേറെ എടുക്കാൻ ഓടാൻ പറയും. അങ്ങനെ വിനിച്ചേട്ടൻ്റെ പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഡെലിവറി ഇല്ല, ആൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. ആളുടെ നിന്ന് ഉറക്കമൊക്കെ ഫുള്ള് പോയി. അപ്പൂസൻ അതുപോലെ. അപ്പൂസൻ പക്ഷേ എന്തോ ഓംലെറ്റ് എന്തോ ഫുഡ് കൊണ്ടുവന്ന സമയത്തിന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ആളുടെ കാര്യം കുഴപ്പമുണ്ടായില്ല. ബാക്കി അമ്മ കഴിച്ചിട്ടുണ്ടായില്ല, വിനിച്ചേട്ടൻ കഴിച്ചിട്ടുണ്ടായില്ല, ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല. ഉറക്കം ഫുള്ള് പോയി. ഞങ്ങൾ 3 പേരുടെയും ആരും ഉണ്ടായില്ല കൂടെ. കാരണം നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഇന്നുണ്ടാവുന്നുള്ളത്. ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും വരും. പക്ഷെ ആരും ഇല്ല. ഈ രാത്രി ആരെ വിളിക്കാനോ, പെട്ടെന്നല്ല ഇതെല്ലാം ഉണ്ടാവുന്നത്. 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ആർക്കും വരാൻ പറ്റൂല. അത്രയ്ക്ക് അധികമുള്ളൊരു ദൂരമല്ലല്ലോ, കുറച്ചുകൂടെ കൂടുതൽ ദൂരം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയായിരുന്നു. അതുപോലെ ഹോസ്പിറ്റലിൽ ഇപ്പം ലേബർ റൂമിലായ സമയത്ത് ഇങ്ങനെ ഓരോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിലേക്കും ലേബർ റൂമിലേക്ക് മാറി മാറി ഓടേണ്ടതുകൊണ്ട് അപ്പോസിനൊക്കെ ഉറങ്ങേണ്ട സമയമല്ലേ. മിഡ് നൈറ്റ് ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 1 മണിക്കാണ് നമ്മൾ റൂമിൽ കയറുന്നത്. അപ്പോൾ അതിന് മുന്നേയൊക്കെ പാവ കുഞ്ഞൊക്കെ കിടന്നുറങ്ങുക. അപ്പം അവിടെ ഒരു ചെയറുണ്ട്. അപ്പം 2 ചെയറും കൂടെ കൂട്ടിയിട്ടിട്ടൊക്കെയാണ് വിൻചേട്ടൻ അപ്പൂനെ കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ റിസ്ക് എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഡെലിവറിയിൽ. ഉറക്കം മുഴുവൻ കളഞ്ഞിട്ടുണ്ട് ചെക്കൻ്റെ. പക്ഷേ ഒരു സ്വപ്നം കണ്ട് എണീറ്റ പോലെ രാവിലെ ആയപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു കുഞ്ഞു പാവ. അങ്ങനെ ഹെൽത്തി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാം ചെക്ക് ചെയ്തു കേട്ടോ. കേൾവിയുടെ ഒക്കെ ചെക്ക് ചെയ്തു, ഹിയറിങ്ങിൻ്റെ ഒക്കെ ചെക്ക് ചെയ്തു, എല്ലാം നോർമലാണ്. പിന്നെ എന്തോ ഷുഗർ ലെവൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ അതും നമ്മൾ പാൽപ്പൊടിയൊക്കെ കൊടുത്ത്, ആദ്യം പാൽപ്പൊടി കേട്ടോ കൊടുത്തത്.
അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫീഡ് ചെയ്തത്. ഫസ്റ്റ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഫീഡ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ചെക്കൻ വേഗം തന്നെ നിപ്പിളൊക്കെ കടിച്ച് പിടിച്ച് വേഗം പോയി പാല് വേഗം കുടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഷുഗർ ലെവൽ കുറവാണെന്ന് പറഞ്ഞപ്പം NICയിലിട്ട് കുറച്ച് പാൽപ്പൊടിയിൽ വെള്ളമൊക്കെ ആക്കി ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നൈറ്റിൽ. അങ്ങനെ പക്ഷെ അത് നോർമലായിരുന്നു കേട്ടോ. പക്ഷെ ഏറ്റവും എനിക്കൊരു സങ്കടം എന്ന് പറയാണ്ട് അതെൻ്റെ ജിമ്പക്കുട്ടൻ ഉണ്ടായില്ല എന്ന് മാത്രമാണ്. കാരണം അപ്പൂനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആളുടെ കയ്യിലേക്ക് ബേബീനെ കൊണ്ടുവന്നത്. പക്ഷേ കൊടുന്ന സമയപ്പോഴേക്കും ആൾക്ക് ഭയങ്കര നാണൊക്കെയായി. അപ്പം വല്യമ്മായി എങ്ങാണ്ടാണ് വല്യമ്മായിയാണോ അതോ അമ്മ ചേട്ടൻ ആരെങ്ങാണ്ടാണ് കയ്യിലേക്ക് വാങ്ങിച്ചത്. പക്ഷേ ആളുണ്ടായില്ല. ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞു ബേബീനെ ആളുടെ കയ്യിലേക്ക് വാങ്ങിക്കണം. പക്ഷെ അത് പറ്റിയില്ല, ആൾക്ക് എക്സാം ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അവരെത്തി കേട്ടോ. 2 എക്സാമും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്കൂളിലേക്ക് ഒരു മെയിലും കാര്യങ്ങളൊക്കെ അയച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ ആരും ഇല്ല. കാരണം അമ്മയും വരും, ചേട്ടനും അവിടെ ഇല്ല, ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ 2 എക്സാം പ്രാവശ്യം ആളെ വിട്ടു. എനിക്ക് അങ്ങനെ വലിയതായിട്ടുള്ള പെയിനുകളൊന്നുമില്ല, സ്റ്റിച്ചിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടോ. പക്ഷേ ഈ നീരുള്ളത് കൊണ്ട് എൻ്റെ കാലിങ്ങനെ പൊക്കി വെക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം പിന്നെ കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു അവിടുത്തെ ബെഡ്. അപ്പോൾ കാലൊക്കെ കയറ്റി വെക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കാലൊക്കെ പൊക്കി വെക്കും, അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഫസ്റ്റ് സ്റ്റൂൾ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രാവശ്യം നന്നായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിരുന്നു, കഞ്ഞി നന്നായിട്ട് കുടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സ്മൂത്തായിട്ട് തന്നെ സ്റ്റൂള് പോയി ടൈറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലിക്വിഡായിട്ടുള്ള ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റൂള് പോകും, ലൂസായിട്ട് തന്നെ പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു എന്താ പറയുക ഡെലിവറി ജേണി. പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് PPS ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഡെലിവറിയുടെ സമയത്ത് നമുക്ക് കൂടുതൽ ഫുഡും അങ്ങനെ വെള്ളമൊന്നും കുടിക്കാൻ പറ്റുന്ന ഭയങ്കര ഗ്യാസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഫുഡ് കഴിച്ചു, അടുത്ത ദിവസം ഫുഡ് കഴിച്ചു, അത് കഴിഞ്ഞ് നൈറ്റ് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് എൻ്റെ PPS ചെയ്യുന്നത്. അപ്പം ഒരു ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസം കഴിഞ്ഞു, നൈറ്റിൽ പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മോർണിംഗ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഒരു കട്ടൻ ചായ മാത്രം കഴിക്കുക. അന്ന് കഴിഞ്ഞിട്ട് പിന്നെ 9 മണിയൊക്കെ ആകുമ്പോൾ ഓപ്പറേഷന് കൊണ്ടുപോകും, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഈ PPS ചെയ്യാനായിട്ട്. കാരണം എനിക്കിതുവരെ ഈ ഓപ്പറേഷൻ അങ്ങനെ സംഭവങ്ങളൊന്നും ഇതുവരെ ചെയ്യേണ്ടി വരാത്തത് കൊണ്ട് ഇതെന്താ പറയില്ലല്ലോ, അങ്ങനെ ഓരോരുത്തർ പറഞ്ഞ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ അനസ്തേഷ്യ ഒക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും പേടിയായിരുന്നു കേട്ടോ. ഞാൻ വിളിച്ചാൽ എപ്പോഴും പറയായിരുന്നു കേട്ടോ, എടോ ഞാൻ പ്രസവിച്ചില്ല, ഞാൻ 3 പ്രസവിച്ചില്ലേ, ഇനി ഇയാൾ ചെയ്യുക, ഇയാൾ നിർത്ത് എന്ന് പറയുമായിരുന്നു ഇപ്പോഴും. ചേട്ടൻ ചോദിക്കും എങ്ങനെയാണ് ആക്ച്വലി ചെയ്യുന്നത്, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു കുഞ്ഞിന് ഇഞ്ചക്ഷനേ ഉള്ളൂ എന്ന് പറയാം. ചേട്ടാ അത് കേൾക്കുമ്പോഴത്തേക്ക് അയ്യാ എന്ന് പറഞ്ഞ് ഓടും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, നൈസല്ലേ, നമ്മൾ തന്നെ ചെയ്യാം അല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞാൻ PPS ചെയ്യാനായിട്ട് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ തലേ ദിവസം ഫുഡ് കഴിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. 9 മണിയൊക്കെ ആകുമ്പോൾ എന്നെ കൊണ്ടുപോയി കേട്ടോ. ഞങ്ങളൊന്ന് 3 പേരായിരുന്നു PPS ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് വലിയ ടെൻഷനായിട്ടാണ് ഞാൻ പോയത്. എൻ്റെ BP ഒക്കെ ലോ ആവുമെന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, ലോ അല്ലെങ്കിൽ ഹൈ ആവുമെന്നൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും ടെൻഷനായിരുന്നു എനിക്ക്, അത്രയും പേടിയായിരുന്നു. ഞാൻ ഗൂഗിളിൽ നോക്കിയില്ല, യൂട്യൂബിലൊന്നും നോക്കിയില്ല, അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ടായില്ല കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാവുമെന്ന് എനിക്കറിയാം, ഇതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യല്ലോ എന്നുള്ളൊരു സംഭവം. അപ്പം ഞാനൊന്നും നോക്കിയിട്ടുണ്ടായില്ല. പക്ഷെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്താഗതിയൊന്നും ഉണ്ടായില്ല കേട്ടോ. എന്താവും, കാരണം അനസ്തേഷ്യ കൊടുത്ത് കുറേ പേര് മരിക്കും, അങ്ങനെ കുറേ കുഴഞ്ഞു പോവും, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ 3 പേരുണ്ട്, ഞങ്ങൾ 3 പേർക്കും ഒരേപോലെ ടെൻഷനായിരുന്നു. ഞാനും വേറൊരു കുട്ടി 2 ഡെലിവറി കഴിഞ്ഞു. 3ാമത്തെ ഡെലിവറിയാണ്, 2ാമത്തിന് നിർത്താൻ പേടിയായിട്ട് 3ാമതായതാണ്. ഞങ്ങൾ 2 പേരും സെയിം ആയിരുന്നു സ്റ്റോറി കേട്ടോ. പിന്നെ മറ്റേ കുട്ടിക്ക് കുറച്ചൊക്കെ അത്യാവശ്യം പക്വതയൊക്കെ ഉണ്ടെന്നാലും ഞങ്ങളെ പോലെ തന്നെ ടെൻഷൻ ആൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നെയാണ് ആദ്യം വിളിച്ചത്. പക്ഷേ എൻ്റെ കമ്മലൊന്നും ഊരിയിട്ടുണ്ടായില്ല, കമ്മലും മുപ്പത്തി അങ്ങനെയൊന്നും ഊരിയിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ സമയം ലേറ്റ് ആക്കണ്ടെന്നുള്ളതുകൊണ്ട് 2ാമത്തെ ആളെ വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2ാമതായിരുന്നു എന്നെ. അപ്പം ഞങ്ങൾ
ഞാൻ ആദ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്ന തിയേറ്ററിലേക്ക് കയറ്റാനായിട്ട് നിൽക്കുക. അപ്പം മറ്റേ കുട്ടീനെ ഇങ്ങനെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടത്തിയിട്ട് കൊണ്ടുപോകാം. നോക്കുമ്പോൾ ആളെന്നെ നോക്കിയിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. അപ്പോഴേ എനിക്ക് തോന്നി അയ്യോ കിളി പോയി. അങ്ങനെ ഞാൻ തിയേറ്ററിൽ കയറിയപ്പോൾ ഗീത ഡോക്ടറുണ്ട്, പിന്നെ നമ്മൾ അറിയുന്ന കുറച്ച് നഴ്സുമാരുണ്ട്, പിന്നെ വേറൊരു ഡോക്ടറാണ് കേട്ടോ ആളുണ്ട്, പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു ഡോക്ടറാണ് നഴ്സാണെന്ന് അറിയില്ല ആളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്കത് ടെൻഷനുണ്ട്. ഡോക്ടറിന് എന്തിനാ ടെൻഷൻ? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെ കുറേ സ്റ്റോറിക്ക് ഇങ്ങനെ കേട്ടത് കൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒന്നും പേടിക്കണ്ട, താനൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ അനസ്തേഷ്യയുടെ ഡോക്ടർ ഉണ്ട് കേട്ടോ, ആളെ നല്ലതായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് ഭയങ്കര ഒരു അജാനുബാഹു ഡോക്ടറായിരുന്നു. അങ്ങനെ കിടത്തി ചെരിഞ്ഞ് കിടക്കാൻ പറഞ്ഞു. ചെരിഞ്ഞ് കിടന്ന് ഞാൻ വിചാരിച്ചു ഈശ്വര അനസ്തേഷ്യൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നടുവൊക്കെ ഒടിഞ്ഞു പോകും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ എന്തൊക്കെയോ വെച്ചിങ്ങനെ തണുപ്പിക്കുന്നൊരു പോലെ ഫീലാട്ടോ, മുതുകത്തൊക്കെ ആദ്യം തണുപ്പിക്കും, അങ്ങനത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു. ആദ്യം നമ്മൾ റൂമിൽ നിന്ന് നമ്മളെ മുതുകത്ത് അതുപോലെ വയറിൻ്റെ ഈ ഭാഗം, നമ്മുടെ വയറിൻ്റെ പൊക്കിളിൻ്റെ ഈ തൊട്ട് താഴെ കേട്ടോ ഇത് ചെയ്യുക, BPS ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ അവിടെ കിടക്കാൻ പറഞ്ഞു. ചെരിഞ്ഞ് കിടന്ന് ഞാൻ പോലും അറിഞ്ഞില്ല കേട്ടോ, ഒരു ചെറിയൊരു ഒരു കുഞ്ഞു സാധനം ശരി ഇഞ്ചക്ഷൻ ചെയ്യുന്ന അത്ര പോലും പെയിൻ ഇല്ലായിരുന്നു കേട്ടോ, അതാണ് സത്യം. ഒരു ചെറുതായിട്ട് ഒന്ന് കുത്തി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോഴേക്ക് നമ്മളെ കാലിൽ ഇങ്ങനെ ഫുള്ളിങ്ങനെ എന്തോ ഒരു സാധനം വരുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ മനസ്സിലായി ഓക്കെ എൻ്റെ എല്ലാം തരിച്ചു, ഈ ഭാഗമൊക്കെ തരിച്ചു എന്ന് എനിക്ക് ഫീലായിട്ട്, കാരണം എല്ലാം ഒരു കനം പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ മലന്ന് കിടക്കാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇങ്ങനെ കീറുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ, ഇങ്ങനെ വലിച്ചെടുക്കുന്നതും വിരലതിൻ്റെ കൂടെ ഇങ്ങനെ ഇടുന്നതും ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ ലൈറ്റ് ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ ലൈറ്റ് കാണുന്നതിന് എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം നമ്മൾ സിനിമയിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ ലൈറ്റ് കണ്ടോടുകൂടെ തന്നെ ആദ്യം നമ്മൾ ഇങ്ങനെ കീറുന്ന സമയത്ത് അവർ നമ്മളെ മുഖത്തൊക്കെ എന്തൊക്കെയൊക്കെ സംഭവങ്ങളിടും. ഞാൻ ആദ്യം അവിടെ കിടന്നപ്പോൾ തന്നെ മലന്ന് കിടന്നോട് കൂടെ തന്നെ ഞാൻ കണ്ണടച്ചു കേട്ടോ, എനിക്ക് പേടിയായതുകൊണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തിനാ കണ്ണടക്കണേ, ഞങ്ങൾ കണ്ണടച്ച് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഷെയ്ഡൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടേക്ക് കവർ ചെയ്യും കേട്ടോ, ഈ ഭാഗമൊക്കെ കവർ ചെയ്യും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ണ് ഓപ്പൺ ആക്കി തരും, ഷെയ്ഡൊക്കെ മാറ്റിത്തരും. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ഡോക്ടർ, ആ സാധനം തന്നെ വെച്ചോളൂ, എനിക്ക് കണ്ണ് തുറക്കാൻ പേടിയാ. ഈ കണ്ണെങ്ങാനും തുറന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം ഈ ലൈറ്റ് ആയിരിക്കും നമ്മളെ മനസ്സിൽ ഫുള്ള് സ്വപ്നങ്ങളിൽ, അപ്പോൾ എനിക്ക് കണ്ണ് തുറക്കണ്ട എന്നൊക്കെ പറയാറ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര ധൈര്യം തരുമായിരുന്നു. അപ്പോൾ ഗീത ഡോക്ടർ പറയും എന്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാലോ എന്നുള്ള കാര്യങ്ങൾ ഗീത ഡോക്ടറും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഗീത ഡോക്ടറും അതുപോലെ അനസ്തേഷ്യ ഡോക്ടറും എവിടെ വീട് എന്നൊക്കെ ചോദിച്ചിങ്ങനെ നമ്മളിങ്ങനെ കംഫർട്ടാക്കി തരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ BP ചെക്ക് ചെയ്യും, BP ലോ ആവുന്നുണ്ടോ ഹൈ ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അതിനൊരു എനിക്ക് തോന്നുന്നൊരു 5 മിനിറ്റ് എടുത്തൊന്നും അറിയില്ല, അത്ര പോലും എടുത്തില്ല, 10 മിനിറ്റ് മാക്സിമം, 5 മിനിറ്റ് അത്രയ്ക്കേ ഉള്ളൂ തോന്നുന്നുണ്ട്. സംഭവം കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് 9 മണിക്ക് കയറ്റി, അതൊക്കെ കഴിഞ്ഞ് 10 മിനിറ്റോട് കൂടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങ് എടുത്ത് സ്ട്രെച്ചറിലിടും. സ്ട്രെച്ചറിൽ നിന്ന് നേരെ ഒരു ഷീറ്റോട് കൂടെ എല്ലാ നഴ്സുമാരും അപ്പുറം ഇപ്പുറമൊക്കെ പിടിച്ചിട്ട് നേരെ എടുത്തങ്ങ് ബെഡിലേക്ക് ഇടും. അങ്ങനെയായിരുന്നു. അങ്ങനെ ബെഡിൽ കിടന്നിട്ട് പിന്നെ നമുക്ക് ഒന്നും അറിയില്ല, ഞാനൊരു ഉറക്കം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞോട് കൂടെ തുടങ്ങി മോളെ പെയിൻ, വയറൊക്കെ ആകെ കൊളുത്തി പിടിച്ച് അനങ്ങാൻ പറ്റില്ല, അതിന് ശ്വാസം വിടാൻ പോലും പറ്റുന്നുണ്ടായില്ല, അത്രയ്ക്ക് പെയിൻഫുൾ ആയിരുന്നു കേട്ടോ. കാലനക്കാൻ പറ്റില്ല, കൈ അനക്കാം, നമുക്കത് ഇങ്ങനെ അങ്ങ് വെച്ച് തരണ്ടേ, അവിടെ ആ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കൈ വെച്ച് തരും. ഈ കൈയിൻ്റെ ഇവിടെ നിങ്ങളുടെ മാത്രമേ അനങ്ങുള്ളൂ, ഇവിടെ നിന്ന് ഒന്നും അനങ്ങില്ല, അത്രയും ഹാർഡായിട്ടാണ് കിടക്കുക കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ സ്ഥലത്ത് പോകുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ അനക്കുമ്പോഴാണ് അതിങ്ങനെ മാറി പോകുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞൊരു 3 മണി വരെ നമുക്ക് അങ്ങനെ തന്നെ കിടക്കും. പക്ഷേ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നമുക്ക് ട്രിപ്പൊക്കെ ഇട്ടു കേട്ടോ, നമുക്ക് ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ വയറ് കുളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അതുപോലെ നമുക്ക് കാലൊന്നും അനക്കാൻ പറ്റില്ല, ഇവിടെയൊക്കെ നല്ല പെയിൻ ആയിരിക്കും. പിന്നെ ചെരിയാൻ പറയും, ഇങ്ങോട്ട് ചെരിയാൻ പറയും,
കുറച്ച് നേരം കാല് ഒന്ന് അനക്കാനൊക്കെ പറയും, പക്ഷെ വേദനയൊക്കെ ആയിരിക്കും. പക്ഷെ അനങ്ങിക്കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞൊരു കട്ടൻ ചായ കഴിച്ച് അതിലും കുഴപ്പമില്ല, അതിലൊക്കെ വോമിറ്റ് ചെയ്തെങ്കിൽ പിന്നെ അവിടെ തന്നെ കിടക്കേണ്ടി വരും. അപ്പോൾ വെള്ളം കുടിച്ച് കുറേ നേരം ടെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് കുറച്ച് നേരം ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് അതൊന്നും കുഴപ്പമില്ലെങ്കിൽ മാത്രം നമ്മൾ റൂമിലേക്ക് വിടുള്ളൂ കേട്ടോ. അങ്ങനെ അതിലൊന്നും കുഴപ്പമുണ്ടായില്ല. ഒരു 3 മണി 4 മണിയൊക്കെ ആയി തോന്നുന്നുണ്ട് പിന്നെ റൂമിലേക്ക് മാറ്റിയപ്പം. എൻ്റെ മോനെ ഫുള്ള് കിളി പോയിരുന്നു കേട്ടോ. എനിക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷേ തിരിച്ച് വീൽ ചെയറിലൊക്കെ അവിടെ എത്തിയൊരവസ്ഥ എനിക്ക് മാത്രമായിട്ടുള്ളൂ. അവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്. കണ്ണൻ, ഉണ്ണി, അമ്മു, അനിയത്തി. അവൾ ആൺകുട്ടി ആയതുകൊണ്ട് അവളും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അവൾ വരില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ പെൺകുട്ടിയാണെങ്കിൽ അവൾ വരില്ലായിരുന്നു കേട്ടോ. ആൺകുട്ടി ആയതുകൊണ്ടാണ് അവൾ വന്നത് എന്ന് തോന്നുന്നു. അല്ലല്ലേ, ഏത് കുട്ടിയാണെങ്കിലും വരുമല്ലോ, ചേച്ചിനും മക്കളല്ലേ അല്ലേ. അങ്ങനെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ശരിക്കും പ്രസവം നിർത്തിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അവൾ രണ്ടാമതായതുകൊണ്ട് ഒരു 1 year ഒക്കെ കഴിഞ്ഞിട്ടേ അവൾ നിർത്തുള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ അവളും ഉണ്ടായിരുന്നു. അതോടുകൂടെ എങ്കിലും ഞാൻ ചോദിച്ചു, ഈശ്വരാ ഇനി ഇവളൊക്കെ എങ്ങനെ നിർത്തും, ഈ വേദനയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വീൽ ചെയർന്നൊന്നും എണീക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. അത്രയും പെയിൻഫുള്ളായിരുന്നു. ഭഗവാനെ, എനിക്കത് ആലോചിക്കാൻ പറ്റത്തില്ല, അത്രയും പെയിൻഫുള്ളായിരുന്നു. അങ്ങനെ ബെഡിലൊക്കെ ബെഡാണെങ്കിൽ നല്ല ഹൈറ്റും ഉണ്ട്. അങ്ങനെ കയറി കിടന്നു പിന്നെ എണീറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് 9 മണിക്കാണ് പിന്നെ എന്തെങ്കിലും ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും കഞ്ഞി അങ്ങനെ കുടിക്കാൻ പറ്റുള്ളൂ. റൂമിൽ എത്തിയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കാം കേട്ടോ, ചൂടുവെള്ളം. അങ്ങനെ ചൂടുവെള്ളം കുടിച്ച് എന്നിട്ടും ഭേദമായില്ല. കഞ്ഞി കുടിച്ചു. 9 മണിയൊക്കെ ആയപ്പോൾ കഞ്ഞി കുടിച്ച് നന്നായിട്ട് കഞ്ഞി കുടിച്ചു കേട്ടോ. അത് നല്ല ചൂടുള്ള കഞ്ഞിയായിരുന്നു. കഞ്ഞി കുടിച്ചൊരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കര റിലീഫായിട്ടോ. ഭയങ്കര റിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തൊക്കെയൊക്കെയോ ഒരു നല്ലൊരു സമാധാനം ഫീൽ ചെയ്തു. പക്ഷെ വേദന അപ്പോഴും സ്റ്റില്ലുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കിടന്ന് പാൽ കൊടുക്കാനൊക്കെ തുടങ്ങി. ഇരിക്കാൻ വയ്ക്കണ്ടേ, ഡോക്ടറൊക്കെ പറയും ഇരുന്ന് പാൽ കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ നമുക്കെല്ലാം നമ്മളെ വേദന അറിയില്ല. ഞാൻ കിടന്ന് പാൽ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ചെക്കനാണെന്നുണ്ടെങ്കിൽ, ബേബി ആണെന്നുണ്ടെങ്കിൽ നന്നായി ഗ്യാസ് പോകാറുണ്ട് ഇപ്പോൾ തട്ടിക്കൊടുത്താൽ. അപ്പോൾ പിന്നെ കിടന്ന് പാൽ കൊടുത്തിട്ട് ഞാൻ അമ്മേനെ വിളിക്കും. അപ്പോൾ അമ്മ തട്ടിക്കൊടുക്കും, ഗ്യാസ് പോകും. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്യാസ് പോവില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടുമായിരുന്നു കേട്ടോ. കാരണം കിടന്ന് പാൽ കൊടുക്കാൻ പാടില്ല എന്നാണ്. അപ്പം നമ്മൾ കിടന്ന് പാൽ കൊടുക്കും, ഗ്യാസും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊച്ചു വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അപ്പം നമ്മൾ ഇരിക്കുക തന്നെ വേണമായിരുന്നു. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ നേരത്തെ തന്നെ ഫുഡൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. വെഞ്ചേട്ടനെ നേരത്തെ എണീപ്പിച്ച് 5 മണിയൊക്കെ ആയപ്പം ഫുഡൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഫുഡ് കൊടുന്ന് കഴിച്ചു കഴിഞ്ഞ് അടുത്ത ദിവസം ഡിസ്ചാർജ് ആണ് കേട്ടോ എനിക്ക്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഡിസ്ചാർജ് ആണ്. പക്ഷെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഓക്കെ ആയിട്ടോ. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിലെത്തി. എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു യാത്ര ചെയ്യാനായിട്ട്. കാരണം റോഡ് മോശമായതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് കരിക്കില്ലത്താണി വരെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കരിക്കില്ലത്താണി എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് കുറച്ച് മോശമുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റിച്ച് ഇത് ചെയ്തതിൻ്റെ PPS ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട്, സ്റ്റിച്ചിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് എപ്പോഴും ചൂടുവെള്ളം കുടിക്കണമായിരുന്നു. ചൂടുവെള്ളം കുടിക്കുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം തോന്നിയിരുന്നത്. പിന്നെ ഫുഡ് കറക്റ്റ് കഴിക്കണമായിരുന്നു. ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ കറക്റ്റ് സമയം നോക്കിയിട്ട് നേരം നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം. അത് ചൂടുവെള്ളം നന്നായിട്ട് കുടിക്കണം. അപ്പം മാത്രമേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. ശരിക്കും ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറൗണ്ട് ഒരു 2 weeks 3 weeks മാക്സിമം നമ്മൾ ചൂടുവെള്ളം തന്നെ കുടിക്കുക. അത് നമുക്കൊരു ഭയങ്കര റിലീഫാണ് ആക്ച്വലി കേട്ടോ. ഈ PPS ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തൈലം തേക്കൽ അങ്ങനെ സംഭവങ്ങളൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഡെലിവറി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മൾ തൈലം തേക്കലും മഞ്ഞളിടലൊക്കെ തുടങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ PPS കഴിഞ്ഞതുകൊണ്ട് പിന്നെ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബിനെ കാണിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുള്ളൂ. അതായത് തൈലം, മഞ്ഞൾ അങ്ങനെ സംഭവങ്ങളൊക്കെ പ്രസവരക്ഷയുടെയൊക്കെ തുടങ്ങുള്ളൂ. അതുവരെ ഇപ്പം ജസ്റ്റ് ഒരു നോർമൽ ചൂടുവെള്ളത്തിൽ വെറുതെ കുളിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബേബീനെ ആണെന്നുണ്ടെങ്കിലും പൊക്കിൾക്കൊടി പോയി കഴിഞ്ഞിട്ടാണ് ബേബീനെ കുളിപ്പിക്കുക. ഇപ്പോൾ പണ്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മൾ കുളിപ്പിക്കാൻ തുടങ്ങും. പക്ഷേ ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ പൊക്കിൾക്കൊടി പോയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കുളിപ്പിക്കുകയുള്ളൂ.